CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധി തിങ്കളാഴ്ച കുന്നംകുളത്ത്. തിങ്കളാഴ്ച വൈകിട്ട് 3:30യോടെയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കുന്നംകുളത്ത് എത്തിച്ചേരുക. സ്വീകരണത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും കുന്നംകുളത്ത് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വൻഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും UDF നേതൃത്വം. കുന്നംകുളത്ത് KSRTC ബസും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് അപകടം. ടാങ്കർ ലോറി ഡ്രൈവർക്ക് സാരമായ പരിക്ക്. 1 മണിക്കൂറോളം ക്യാബിനിൽ കുടുങ്ങിയ ഇദ്ദേഹത്തെ പുറത്തെടുത്തത് വാഹനത്തിന്റെ മുൻഭാഗം വെട്ടിപ്പൊളിച്ച്. അപകടം ശനിയാഴ്ച പുലർച്ചെ 3:30യോടെ. കൊല്ലപ്പെട്ട KP വത്സലൻ രക്തസാക്ഷിത്വ ഫണ്ടിന്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ട് CPM ക്രമക്കേട് കാണിച്ചെന്ന് കോൺഗ്രസ് നേതാവ് CA ഗോപപ്രതാപൻ ആരോപിച്ചു. ഇക്കാര്യം അറിയിച്ച് KP വത്സലന്റെ മകൻ നിരഞ്ജൻ തന്നെ സമീപിച്ചെന്നും ഗോപപ്രതാപൻ പറഞ്ഞു. ഈ തിരഞ്ഞെടുപ്പിൽ BJPയും ദേശീയ ജനാധിപത്യ സഖ്യവും മുന്നോട്ട് വയ്ക്കുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയമാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. NDA മണലൂർ നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുന്നംകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ എരുമപ്പെട്ടിയിൽ പര്യടനം നടത്തി. കിഴക്കേ അങ്ങാടിയിൽ നിന്നാരംഭിച്ച് കടങ്ങോട് റോഡ് ജംഗ്ഷനിലെത്തി പിന്നീട് സ്കൂൾ പരിസരത്ത് സമാപിച്ചു. നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സായുധ സേനയായ SSB സേനാംഗങ്ങളും വടക്കേകാട് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും സംയുക്തമായി റൂട്ട് മാർച്ച് നടത്തി. പനന്തറയിൽ നിന്നും തുടങ്ങിയ മാർച്ച് ആൽത്തറ സെന്ററിൽ സമാപിച്ചു. മണലൂരിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ പ്രചരണ പര്യടനം അവസാനഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ആവേശകരമായ സ്വീകരണങ്ങളൊരുക്കി പ്രവർത്തകർ. ശനിയാഴ്ച രാവിലെ തൈക്കാട് മേഖലയിലും ഉച്ചയ്ക്ക് ശേഷം എളവള്ളി പഞ്ചായത്തിലുമായിരുന്നു പര്യടനം. എരുമപ്പെട്ടി മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും 108ാമത് സംയുക്ത ഊട്ടുതിരുനാൾ ഏപ്രിൽ 6, 7, 8, 9 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്കൂൾ ക്രിക്കറ്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി യുവ ക്രിക്കറ്റ് പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി വടക്കാഞ്ചേരിയിലും തലക്കോട്ടുകരയിലും ഹോപ്സ് ക്രിക്കറ്റ് അക്കാദമിയും വടക്കാഞ്ചേരി ക്രിക്കറ്റ് ക്ലബ്ബും സംയുക്തമായി സമ്മർ ക്രിക്കറ്റ് കോച്ചിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.